അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമുക്ക് മറ്റുള്ളവരുടെ സ്നേഹം ലഭിക്കുക എന്നുള്ളത് സ്നേഹം നമുക്ക് എത്ര കിട്ടിയാലും മതിയാവുകയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ സ്നേഹം ലഭിക്കാൻ വേണ്ടിയിട്ട് പല ആയത്തുകളും പല ഖുർആനും പല ദിക്റുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഇതുപോലുള്ള ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ ഒരു ആയത്തിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, ഒന്നുകിൽ ഭാര്യ ആവട്ടെ, അല്ലെങ്കിൽ ഭർത്താവ്, അല്ലെങ്കിൽ മാതാപിതാക്കൾ, ഇപ്പോഴത്തെ കാലത്ത് പരസ്പര സ്നേഹമില്ലാതെ ജീവിച്ചു പോവുകയാണ്. അപ്പോൾ നാം ആഗ്രഹിക്കുന്നത് എല്ലാവരും എന്നെ സ്നേഹിക്കണം എന്ന രീതിയിലാണെങ്കിൽ ഈ ഒരു ആയത്ത് ഓതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫലം എന്തായാലും കിട്ടിയിരിക്കും. ഈ ഒരു ആയത്ത് എന്ന് പറയുന്നത് സൂറത്തു ത്വാഹയിലെ 39-ാമത്തെ ആയത്താണ് ഇവിടെ പറയാൻ പോകുന്നത്. ഈ ഒരു ആയത്ത് നമുക്ക് കിട്ടുന്ന സമയത്തൊക്കെ ഇന്നയാളുടെ സ്നേഹം എനിക്ക് ലഭിക്കണം എന്ന രീതിയിൽ മനസ്സിൽ നിയത്താക്കിക്കൊണ്ട് നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ എന്ത് തന്നെയായാലും നിങ്ങൾക്ക് ഫലം കിട്ടിയിരിക്കും. പക്ഷേ ഹലാലായ കാര്യത്തിന് വേണ്ടി മാത്രം ചെയ്യുക. മറ്റുള്ള രീതിയിൽ മോശപ്പെട്ട ഹറാമായ രീതിയിലുള്ളതിന് ഇത് ചെയ്യരുത്, ഇത് എന്നല്ല ഒന്നും ചെയ്യരുത്. അതിൻ്റെ വിപരീത ഫലമാണ് നിങ്ങൾക്കുണ്ടാവുക. അതുകൊണ്ടാണ് പറയുന്നത്, ഹലാലായ രീതിയിലുള്ള എന്തിനു വേണ്ടിയാണെങ്കിലും നമുക്ക് ചൊല്ലാവുന്നതാണ്. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്കറിയുന്നവർക്ക് ഇത് പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നവർക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കുക. കാരണം തന്നെ ഇന്നത്തെ കാലത്ത് ഭാര്യ ഭർത്താക്കന്മാരും മാതാപിതാക്കൾ തമ്മിലൊക്കെ കലഹങ്ങളാണ്. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെയുള്ളവരെന്തെങ്കിലും ബുദ്ധിമുട്ടുകയാണെങ്കിൽ അവർക്ക് എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്കൊരു ഉപകാരമാവും. ഇൻഷാ അല്ലാഹ് ഒരു ആയത്ത് നമുക്ക് നോക്കാം. വ അൽഖൈതു അലൈക മഹബ്ബതൻ മിന്നി വലിതുസ്ന അലാ ഐനി. ഈ ഒരു ആയത്താണ് ചൊല്ലേണ്ടത്. ഒന്നുകൂടി പറയാം. വ അൽഖൈതു അലൈക മഹബ്ബതൻ മിന്നി വലിതുസ്ന അലാ ഐനി എന്നാണ് ഓതേണ്ടത്. ഈ ഒരു ദിക്ർ നമ്മൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക. ഇതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു ദിക്ർ നമുക്ക് കിട്ടുന്ന സമയത്തൊക്കെ ആവർത്തിച്ചു കൊണ്ടിരിക്കുക. ഏറ്റവും മഹത്താക്കപ്പെട്ട സമയം എന്ന് പറയുന്നത് സുബഹി നമസ്കാരത്തിന് മുമ്പുള്ള അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്നതാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. എൻ്റെ പക്കൽ നിന്നുള്ള സ്നേഹം ഞാൻ നിനക്ക് ഇട്ടു തന്നു, നീ എൻ്റെ മേൽനോട്ടത്തിൽ വളർത്തപ്പെടാൻ വേണ്ടി എന്നാണ് ഈ ഒരു ആയത്തിൻ്റെ ഈ ഒരു ദിക്റിൻ്റെ അർത്ഥം വരുന്നത്. അപ്പം ഈ ഒരു അർത്ഥം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ മനസ്സിൽ ഏതൊരാളുടെ സ്നേഹമാണ് നമുക്ക് ലഭിക്കേണ്ടത് ആ ഒരു മനസ്സിൽ നിയത്താക്കിക്കൊണ്ട് ചൊല്ലുക. ഇൻഷാ അല്ലാഹ് എന്ത് തന്നെയായാലും നിങ്ങൾക്ക് ഫലം കിട്ടിയിരിക്കും. ഒരുപാട് പേർക്ക് പ്രയോജനപ്പെട്ട ഒരു ആയത്താണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വിചാരിച്ചാൽ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്ത വീഡിയോയിൽ കാണാം.